ഫൈനലി നമ്മുടെ മാരേജ് കഴിഞ്ഞ് നമ്മളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഹോട്ടലിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇത് ഭുവനേഷ്. അതെ, വരുന്ന വഴി കുറേ വിശേഷങ്ങളൊക്കെ പറയാം. എന്താണ്, എങ്ങനെയാണ്, അറേഞ്ച്ഡ് ആണോ, ലവ് മാരേജ്, നിറയെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. ഇതെന്താ, എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെയാണ് തമിഴ് മലയാളം എന്നൊക്കെ, അതൊക്കെ വഴിയെ പറയാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ സ്റ്റാർ മാജിക് താരവുമായിട്ടുള്ള അനുമോളുടെ വിവാഹം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അനുമോൾക്ക് എല്ലാവിധ ആശംസകളും, ജീവിതം നന്നായിട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഭുവനേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് അനുമോൾ വിവാഹം കഴിച്ചത്. അതോടുകൂടി തന്നെ പല ചോദ്യങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ്. അനുമോൾ പ്രണയവിവാഹമാണോ, അറേഞ്ച് മാരേജ് ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരികയാണ്. അനുമോളുടെ വീട് തിരുവനന്തപുരമാണ്. അതുകൊണ്ട് തന്നെ ഈ കേരള തമിഴ്നാട് വിവാഹങ്ങളൊക്കെ സാധാരണഗതിയിൽ നടക്കാറുള്ളതാണ്. അങ്ങനെ വീട്ടുകാർ അറേഞ്ച് ചെയ്ത വിവാഹമായിരിക്കാം. എന്തായാലും പക്ഷേ ഇതിന് താഴെ വന്ന ചില കമന്റുകൾ, ആ കമന്റുകൾ കണ്ടപ്പോഴാണ് എനിക്ക് സത്യത്തിൽ സങ്കടം തോന്നുന്നത്. മലയാളികളോട് പുച്ഛവും. ഇതിന് താഴെ വന്ന ചില കമന്റുകൾ ഞാനിവിടെ വായിക്കാം. ഏതായാലും ഒരു കാര്യം പറയാലോ, അനുമോൾക്ക് ശാരീരികമായി ഒരു ഭംഗിയുമില്ല, ഒരു മരത്തിൽ കെട്ടിയിട്ടതുപോലെ ഇരിക്കുന്നു. കുറ്റം പറയുകയല്ല കേട്ടോ. എന്തെങ്കിലും അവൾ നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ ഒരു സെറ്റ് എടുത്തിട്ട് എന്തെങ്കിലും ഒരു ഭംഗി തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും മുഖം പൊട്ടിയൊക്കെ അടിച്ച് എന്തെങ്കിലും ആക്കി വെക്കാം, പക്ഷെ ശരീരത്തിന് ഷേപ്പ് എങ്ങനെ കിട്ടും? ഇങ്ങനെയുള്ള ബോഡി ഷെയിം കമന്റുകളൊക്കെയാണ് ഇതിന് താഴെ വന്നിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണ്. ആ നിമിഷത്തെ തല്ലിക്കെടുത്തുന്ന തരത്തിലുള്ള കമന്റുകളാണ് ഇതിന് താഴെ ചെല്ലുന്നത്. അത് കണ്ടിട്ട് സത്യം പറഞ്ഞ സങ്കടം തോന്നുന്നു. 3 മാസം അതിനു മുൻപ് അവൻ രക്ഷപ്പെടും. ജിൻസി ജോൺ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് തോന്നിയിട്ടിരിക്കുന്നത്. ആ സ്ത്രീയുടെ പ്രൊഫൈലാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇൻ കേസ് ഇവരൊരു സ്ത്രീയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പുച്ഛമാണ് തോന്നുന്നത്. നിങ്ങളും ഒരു വിവാഹ ജീവിതത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് കൊടുന്നേരം നിങ്ങളെ ഇട്ടേച്ച് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതേപോലെ തന്നെ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കുന്നതാണ് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇങ്ങനെ ആരെങ്കിലും വന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. നിങ്ങൾ വല്ല ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കുലസ്ത്രീക്ക് കുറച്ച് പ്രായം കൂടി പോയി, വല്ല ഫോട്ടോഷൂട്ടും ആവും, ആ ചെക്കൻ അറിഞ്ഞുകൊണ്ട് മെട്രോ ട്രെയിനിൽ തലവെക്കുമോ, മീനാകുമാരി. ഇതെല്ലാം സ്ത്രീകളുടെ പേരിലുള്ള പ്രൊഫൈലിലാണ് കമന്റുകൾ വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഇവനോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത്. മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരു മനുഷ്യനെ ഇത്രത്തോളം ആക്ഷേപിക്കാണ്ട് എന്ത് തെറ്റാണ് അവർ ചെയ്തതെന്ന് എനിക്കറിയില്ല. മേ ബി നിങ്ങൾക്ക് അവരെ ഇഷ്ടമില്ലായിരിക്കാം, പക്ഷെ ഇഷ്ടമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അവരുടെ ഒരു സന്തോഷ നിമിഷത്തെ തല്ലിക്കെടുത്താണ്ട് നിങ്ങൾ ആരും ശ്രമിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എപ്പോഴും വേണം. പിന്നെ വേറെന്താ, ഭുവനേഷിന് എന്താ പറയാനല്ലേ? ஃபைனலி ரிவீல் பண்ணிட்டா. நான் ரொம்ப நாளுக்கு அப்புறம் പറഞ്ഞോ, സംസാരിച്ചോ, എന്താ പറയല്ലേ? ഞാൻ ഇപ്പൊ റിവീൽ ചെയ്തു, ഇതാണ് ഭുവനേഷ് എന്ന്. ഓക്കെ, അപ്പോൾ മതിയടിന്ന് പുള്ളി കുറച്ചേ സംസാരിക്കുള്ളൂ. അതെ, അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങളെല്ലാവരും കാണണം. പിന്നെ വേറൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നോ? ഞങ്ങൾ ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല, ഇന്നും ഉറങ്ങിയിട്ടില്ല. കാരണം 12 മണിക്ക് റെഡിയാകാൻ കയറിയതാണ്. ഒരു 4 മണിക്കാണ് ടെമ്പിളിൽ ഞങ്ങൾ എത്തിയത്. ഇനിയിപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ ഒരു കല്യാണത്തിന്റെ വീഡിയോയും ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ തൊട്ട് കാണുന്നതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല ഇത് വിവാഹമാണോ ഫോട്ടോഷൂട്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം ഓണമാണ് വരാൻ പോകുന്നത്. ആ ടൈമിൽ നമ്മുടെ സെലിബ്രിറ്റീസ് എല്ലാവരും തന്നെ ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് ആദ്യം വിവാഹമാണെന്ന് വിശ്വസിച്ചില്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാതിരുന്നത് തന്നെ. എന്നാലും ഈ ഒരു വിഷയത്തിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറച്ചൊക്കെ പക്വത കാണിക്കണം. നമ്മൾ സാക്ഷര മലയാളികളാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും വകതിരിവ് വട്ടപൂജ്യമാണ് പലപ്പോഴും മലയാളിക്കുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. മറ്റുള്ള ഒരുത്തൻ്റെ ജീവിതം നന്നായി കാണുമ്പോൾ അതിലുള്ള കല്ലുകടിയാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും അനുമോൾക്ക് എല്ലാവിധ ആശംസകളും. സോ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എനിക്കിതിനകത്ത് അധികം ഒന്നും പറയാനിട്ടില്ല. കഴിവതും ആരെയും നിങ്ങൾ ബോഡി ഷെയിം ചെയ്യാതിരിക്കുക. അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫിസിക് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അവർക്ക് ജനറ്റിക്കലി കിട്ടിയതാണ്. അവർ എത്രത്തോളം ഡയറ്റ് എടുത്താലും വർക്കൗട്ട് ചെയ്താലും അവരുടെ ഫിസിക് അങ്ങനെ തന്നെയാണ്. അതിനകത്ത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് ബോഡി ഷെയിം ചെയ്തിട്ട് കാര്യമില്ല. എന്നാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് മറ്റൊരു സെലിബ്രിറ്റിയുടെ കാര്യം ഓർമ്മ വന്നു. നമ്മുടെ
ഗൗരി കൃഷ്ണയുടെ വിവാഹത്തിന്റെ ടൈമിൽ നടന്ന കാര്യങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. അന്ന് ഗൗരി കൃഷ്ണയ്ക്കെതിരെ ഇതേപോലെ തന്നെ സൈബർ അറ്റാക്ക് വന്നതാണ്. അതിനുശേഷം തനിക്കുണ്ടായ ട്രോമയെക്കുറിച്ച് വ്യക്തമായിട്ട് ഗൗരി കൃഷ്ണ പറയുന്ന ഒരു ഇന്റർവ്യൂ ഈ അടുത്തിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നും ധാരാളം സ്ത്രീകളാണ് അവർക്കെതിരെ രംഗത്ത് വന്നത്. ഇത്തവണ ഒരു മാറ്റവുമില്ല. എന്താണ് ഇങ്ങനെ നിങ്ങളൊക്കെ? ഒന്ന് മാറി ചിന്തിച്ചുകൂടെ? കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യുന്ന ആളുകളൊക്കെ മാനസിക രോഗി എന്നല്ലാതെ വേറെ ഒന്നും വിളിക്കാണ്ട് പറ്റില്ല. സോ ഗൈസ്, ബൈ. ഫൈനലി നമ്മുടെ മാരേജ് കഴിഞ്ഞ് നമ്മളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഹോട്ടലിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇത് ഭുവനേഷ്. അതെ, വരുന്ന വഴി ഞാൻ കുറേ വിശേഷങ്ങളൊക്കെ പറയാം. എന്താണ്, എങ്ങനെയാണ്, അറേഞ്ച്ഡ് ആണോ, ലവ് മാരേജ്, നിറയെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. ഇതെന്താ, എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെയാണ് തമിഴ് മലയാളം എന്നൊക്കെ, അതൊക്കെ വഴിയെ പറയാം. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എപ്പോഴും വേണം. പിന്നെ വേറെന്താ, ഭുവനേഷിന് എന്താ പറയാനല്ലേ? ஃபைனலி ரிவீல் பண்ணிட்டா. நான் ரொம்ப நாளுக்கு அப்புறம் പറഞ്ഞോ, സംസാരിച്ചോ, പ്ലീസ്. എന്താ പറയല്ലേ, ഞാൻ ഇപ്പം റിവീൽ ചെയ്തു ഇതാണ് ഭുവനേഷ്. ഓക്കെ, അപ്പോൾ മതിയടീന്ന് പുള്ളി കുറച്ചേ സംസാരിക്കുള്ളൂ. അതെ, അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങളെല്ലാവരും കാണണം.